ഹലോ ഫ്രണ്ട്സ്, ഇതാണ്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. പൊട്ടാറ്റോ ഫ്രൈ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പൊട്ടാറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത്. ഒരു സ്പെഷ്യലായിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് പിന്നെ വേവിച്ച് തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെറിയ ചെറിയ പൊട്ടാറ്റോ ആണ് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പക്ഷെ ഞാൻ ഈ വലിയ പൊട്ടാറ്റോ ആണ് എടുത്തത്. അപ്പോൾ അതിന് വലുതായി കട്ട് ചെയ്തിട്ട് ഇതങ്ങനെ ഉപ്പോ ഒന്നും ഇട്ടിട്ടില്ല, അങ്ങനെ വലുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒഴിച്ചാൽ സൂപ്പറായിട്ടുണ്ടാകും. നല്ലെണ്ണ ഒഴിക്കണില്ല, അപ്പോൾ കുറച്ച് ഈ വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം അതൊന്ന് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കടുക് വറമുളക് ഇട്ട് കൊടുക്കണം. അതൊന്ന് ചൂടാവട്ടെ. അപ്പം നമുക്ക് എണ്ണ ചൂടായി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് മതി. അതൊന്ന് പൊട്ടിയ ശേഷം നമുക്ക് ഒരു വറമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടട്ടെ. കടുക് നന്നായി പൊട്ടുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് വറമുളക് ഇട്ട് കൊടുക്കാം. ഇതായിരിക്കും ഉണ്ടാക്കുന്നേ? മീനുകുട്ടിക്ക് കഴിക്കാനാണേ. മീനുകുട്ടിക്ക് മീനുകുട്ടിക്ക് ഉണ്ടാക്കണം. മീനുകുട്ടി അഭിയേട്ടനക്ക് പൊട്ടാറ്റോ ഇഷ്ടമാണ്. അപ്പൊ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഒരു 2 വറമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പൊട്ടാറ്റോ വറക്കാനുള്ള ഇതെല്ലാം ഇങ്ങനെ വറക്കാനില്ല, ഫ്രൈ ആക്കുക. എല്ലാം ഇട്ട് കൊടുക്കാം. ഇളക്കണ്ട. ഒരു 3/4 വേവ് ആയിട്ടുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് വറന്ന് വരട്ടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഉപ്പിടണം അല്ല, അതൊന്ന് ആവട്ടെ, എന്നിട്ട് ഉപ്പിടാം. ഇതൊന്ന് നന്നായിട്ട് വറന്ന ശേഷം നമുക്ക് ഇതിനെ ഈ അടുപ്പിലേക്ക് വേറെ അടുപ്പിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിന് ഒരു വറവ് ഉണ്ടാക്കണം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉടഞ്ഞു പോകാൻ പാടില്ല. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. മാറ്റി വെച്ചിട്ട് നമുക്ക് പിന്നെ ഇതൊക്കെ വറുക്കാനുണ്ട്. ഇതിലേക്കുള്ള പൊടി വറുക്കാനുണ്ട്. അപ്പം അത് വറുത്ത് കൊടുക്കാം. ഇതിൽ ഈ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വറുക്കാനുള്ളതൊക്കെ എന്തൊക്കെയാ വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു സ്പൂണ്, ചെറിയ സ്പൂണിൽ 1 സ്പൂണ് കുരുമുളക്. ഇതാ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇടുന്നത് ഈ എത്ര കുരുമുളക് എടുത്തോ അതിന് 3 പങ്ക് ഉഴുന്ന് പരിപ്പ് എടുക്കണം കേട്ടോ. 1 2 3. ഈ ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് വറുത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വറുത്ത് കൊടുക്കണം. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വറമുളക് ഇട്ട് കൊടുക്കാം. വറമുളക് ഈ നമുക്ക് പൊട്ടാറ്റോന് ആവശ്യമുള്ള വറമുളക് ഇടുന്നുണ്ട്. ഒരു 4 5 ഒക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ നെട്ടി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പൊട്ടിച്ചിട്ട ഒന്ന് വേഗം വറന്ന് കിട്ടും. കരിയാണ്ട് വറക്കണം. കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുരുമുളകിന്റെ എരിവുണ്ട്. ഉഴുന്ന് പരിപ്പ്, വറമുളക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. നല്ലതുപോലെ ഒന്ന് കളർ മാറുന്ന വരയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അതൊന്ന് കളർ മാറട്ടെ.
ഒന്ന് നന്നായിട്ട് കളർ മാറി. ഈ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത കാരണം കുട്ടികളുടെ ഇടയിലേ മീനിക്കുട്ടി ഇടയിലിടയിൽ സംസാരിക്കും. പൊട്ടാറ്റോ ഇല്ലേ ഇടയില് നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ മുളകൊക്കെ റെഡിയായി. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് വറുത്തെടുക്കാൻ. ഇതെല്ലാം വറുത്തെടുത്തു. ഇനി നമുക്ക് ഇനി ഇത് ഗ്യാസ് ഓഫാക്കുക. ഓഫാക്കിയ ശേഷം നമുക്ക് പെരിഞ്ജീരകം 1.5 സ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് വറുത്ത് കൊടുക്കുക. ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഈ ചട്ടിയിൽ തന്നെ നമുക്ക് റെഡി ആയി കിട്ടും, വറന്ന് കിട്ടും. നല്ലതുപോലെ വറുത്തെടുക്കുക. പൊട്ടാറ്റോ ഫ്രൈ ആയിട്ട് ഇതാ വരുന്നുണ്ട് കേട്ടോ. ഇതങ്ങനെ വറുത്തെടുക്കണം. അപ്പോൾ വെളി ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്താ ഇടുന്നത് വെച്ചാൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആകുന്നുണ്ട്. ഉടഞ്ഞു പോകാതെ വറുത്തെടുക്കണേ. അതിനാണ് കുറച്ച് നേരം ആകും. ഇത് ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് പിടിക്കട്ടെ. ഇത് മഞ്ഞപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല. മഞ്ഞപ്പൊടി നമുക്ക് ഇത് ഇനി ഒന്നും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം. നമുക്ക് ഈ പൊടികളൊക്കെ ഇടണ്ടേ. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. നല്ലോണം ഒന്നും കൂടെ ഫ്രൈ ആവട്ടെ. അപ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് വരാം. തനിയെ പിന്നെ ഉഴുന്ന് പരിപ്പ്, കുരുമുളക്, വറമുളക് ഇട്ടതിന് തനിയെ പൊടിക്കുക. പെരിഞ്ജീരകം തനിയെ പൊടിച്ചെടുക്കുക. പൊട്ടാറ്റോ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെ ഒന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. മാറ്റിയിട്ട് എണ്ണ നമുക്ക് ഇത്ര ആവശ്യമില്ല. എണ്ണയിനെ നമുക്ക് കുറച്ച് മാറ്റണം. ഇത് നമുക്ക് വേറെ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. കടുകും മുളകും ഒക്കെ അതിൽ തന്നെ വരണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ വറുത്ത് വെച്ചാൽ രാവിലെ നേരത്തെ കുട്ടികൾ കൊണ്ടാവുന്ന ചോറ് ഇഷ്ടമില്ലാത്തവരും ചോറ് കഴിക്കും. അപ്പോൾ കടുകൊക്കെ ഇതിലിരുന്നോട്ടെ. നമുക്ക് കുറച്ച് എണ്ണ മാറ്റി വെക്കാം. കുറച്ച് എണ്ണ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് എന്താ വെച്ചാൽ കടുക് പൊട്ടിയ ശേഷം കടുക് നന്നായിട്ട് പൊട്ടട്ടെ. പൊട്ടിയ ശേഷം നമുക്ക് വറമുളക്, കുറച്ച് ഉഴുന്നും പരിപ്പ്, കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇട്ടിട്ടുണ്ട്. നല്ലതുപോലെ വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല. നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടിട്ടുണ്ട്. റെഡിയായി. ഇനി നമുക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. നല്ല മണം. പൊട്ടാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിപൊളി അടിപൊളി. ഉരുളക്കിഴങ്ങ് അങ്ങനെ വറുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പെരുങ്കായപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ലൊരു മണം ഉണ്ടാവും. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പെരുങ്കായത്തിൻ്റെയൊക്കെ സൂപ്പർ മണം. ഇതിൻ്റെ കൂടെ എന്താ വെച്ചാൽ
നമ്മൾ പൊടിച്ചില്ലേ മുളക്, കുരുമുളക്, അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ. റെഡിയായി, സൂപ്പറായി. ഗ്യാസ് ഓഫ് ആക്കിയിട്ട് കളറ് മാറാണ്ട് നമുക്ക് നോക്കണം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ പെരിഞ്ജീരകം പൊടിച്ചില്ലേ, അതിനൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം അടിപൊളി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുണ്ടോ, അടിപൊളിയായിട്ട് റെഡിയായി. നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടോ. ഇത് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നില്ല. നമുക്ക് മോരും ചോറ്റിൻ്റെ കൂടെ, രസം, ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. കുട്ടികളൊക്കെ മണം കണ്ടിട്ട് കേൾക്കുന്നുണ്ട്. സൂപ്പറായി. പൊട്ടേറ്റോ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് നോക്കാം. പൊട്ടേറ്റോ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് കഴിക്കാം. പൊട്ടേറ്റോ സൂപ്പർ മണമുണ്ട്. അതാ പെരുങ്കായും വറുത്ത് പൊടിച്ച പൊടികളും കാണാനേ നല്ല ഭംഗിയുണ്ടല്ലേ. കാണാൻ സൂപ്പറായിട്ടുണ്ട്. നമുക്ക് ഈ പൊടിച്ചു വെച്ച പൊടിയില്ലേ, നമുക്ക് എടുത്തു വെച്ചിട്ട് നമുക്ക് എപ്പോൾ വെച്ചാൽ ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇതാണ്ടോ, ഈ പൊടി നമ്മൾ മാറ്റി വയ്ക്കാം. ഏതിനു വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേമാതിരി വാഴക്കേക്കില്ലേ, വാഴയ്ക്ക് ഇതുമാതിരി ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇതങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.